റോമാലേഖനം 8-ാം അധ്യായം 35-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാര്? കഷ്ടതയോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഇതൊരു പ്രത്യേക ചോദ്യമാണ്. നാം പലപ്പോഴും അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ്: ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ ആർക്ക് കഴിയും? ഹൂ ഷാൽ സെപ്പറേറ്റ് us from the love of Christ? Shall trouble or hardship or persecution or famine or nakedness or danger or sword? ഇതിനൊന്നും നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് പൗലോസ് ശക്തിയുക്തം അത് പ്രതിപാദിക്കുന്നത് നാം കാണുന്നുണ്ട്. സാധാരണ കേൾക്കുന്ന അല്ലെങ്കിൽ സാധാരണ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നോ ടു പീപ്പിൾ ഹാവ് ദ സെയിം ട്രബിൾസ്. അതായത് രണ്ട് വ്യക്തികൾക്ക് ഒരിക്കലും ഒരേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകയില്ല. അതുമാത്രമല്ല, ദൈവം when God deals with no two of the children in the same way, ദൈവം തന്റെ രണ്ട് മക്കൾക്ക് ഒരുപോലെ ആയിരിക്കില്ല അവരെ കരുതുന്നത്, അവർക്ക് വേണ്ടി അവരെ പരിപാലിക്കുന്നത്. ദൈവം വിവിധ തരത്തിൽ തന്റെ മക്കളെ കാക്കുന്നത് പോലെ തന്നെ വിവിധങ്ങളായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ അവർക്ക് അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ നാം ഒരിക്കലും ചിന്തിക്കരുത് മറ്റൊരു വ്യക്തിക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം വളരെ ലഘുവാണ്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്ര കഠിനമായ ശോധനകൾ വരുന്നുവെന്ന്. അത് ദൈവത്തിന്റെ ഹിതമാണ്. ഒരേ വിധത്തിലുള്ള പാറ്റേൺ അല്ല ദൈവം ഉപയോഗിക്കുന്നത്. നാം അത് മനസ്സിലാക്കണം. ദൈവം ഓരോരുത്തരെയും ഓരോ വിധത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഞാനത് പറയുമ്പോൾ എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പറയാം. കാരണം കഴിഞ്ഞ നാളുകളിൽ ഞാൻ പുറമോട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് വഹിക്കുവാൻ കഴിയുന്നതിന് അപ്പുറമായിട്ട് ചെയ്യാതെ നമുക്ക് വഹിക്കുവാൻ കഴിയുമെന്ന് ദൈവത്തിന് വളരെ പരമമായ ബോധ്യമുള്ള വിധത്തിലാണ് ദൈവം നമ്മളെ പരിപാലിക്കുന്നതും നമ്മെ ശോധനയിൽ കൂടെ കടത്തിവിടുന്നതും. ജീവിതത്തിൽ നാം ഏറ്റവും സ്നേഹിച്ച നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ട് മാറിപ്പോകുമ്പോൾ അത് വലിയ മനോവിഷമത്തിന് കാരണമാണ്. എന്നാൽ അതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് ദൈവം തൻ്റെ മക്കൾക്ക് നൽകി കൊടുക്കും. അതുകൊണ്ട് നാം ഒരു കാര്യം മനസ്സിലാക്കണം: നമ്മെ അറിയുന്ന ദൈവം, നമ്മെ നന്നായി കാക്കുന്ന ദൈവം നമുക്ക് വഹിക്കുവാൻ കഴിയുന്നത് നമ്മുടെ കയ്യിൽ തരികയുള്ളൂ. കഴിഞ്ഞ ഏതാണ്ട് 1.5 വർഷത്തിലധികമായിട്ട് ഞാൻ അധികം യാത്ര ചെയ്യാതെയും മറ്റ് സ്ഥലങ്ങളിൽ പോകാതെയും ഭവനത്തിൽ തന്നെ എൻ്റെ പ്രിയ വൈഫ് മോളിയെ ശുശ്രൂഷിക്കുവാനുള്ള അവസരം കർത്താവ് തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരു കാര്യം, അതായത് എനിക്ക് ദൈവം തന്നിരിക്കുന്ന ആ ശോധന അല്ലെങ്കിൽ എന്നെ കടത്തിവിടുന്ന പാത, അത് ദൈവത്തിന് നന്നായി അറിയാം എനിക്കത് കൈകാര്യം ചെയ്യുവാനുള്ള കൃപ തന്നിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് ദൈവം തൻ്റെ കൃപ തന്നാണ് നമ്മളെ നടത്തുന്നത്. ആ കൃപയിൽ ആശ്രയിച്ച് ജീവിച്ചാലുണ്ടല്ലോ ഈ പ്രശ്നങ്ങളൊന്നും സാരമില്ല. അതുകൊണ്ടാണ് നാം ദൈവദിനത്തിൽ ഇങ്ങനെ വായിച്ചത്: ഹൂ ഷാൽ സെപ്പറേറ്റ് us ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ ആർക്ക് കഴിയും? അത് ഷാൽ ട്രബിൾ ഓർ ഷാൽ ഹാർഡ്ഷിപ്പ് ഓർ പെർസിക്യൂഷൻ or famine or nakedness or danger or sword? കഷ്ടതയോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഇതിനൊന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലും
നിങ്ങൾ കഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം അറിയാതെയല്ല, ദൈവം നന്നായി അറിയുന്നുണ്ട്. അതുകൊണ്ട് കഷ്ടതയിൽ പ്രശംസിക്കുവാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. കഷ്ടതയിൽ പിറുപിറുക്കാൻ നമുക്കൊരിക്കലും ഇടയാകരുത്. കാരണം നമ്മുടെ പ്രത്യാശ പുരുഷൻ, നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് മറ്റൊന്നിലുമല്ല, പിന്നെയോ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിലാണ് നമ്മുടെ പ്രത്യാശ, നമ്മുടെ ധൈര്യം. അതുകൊണ്ട് ആ പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവവേദനം ഒരിക്കലും ചഞ്ചലിക്കുകയില്ല, വ്യതിചലിക്കുകയില്ല, മാറിപ്പോവുകയില്ല, പതറുകയില്ല, ദുഃഖിതനായി മാറുകയില്ല. എപ്പോഴും ആ ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട്, ആ ക്രൂശിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ ഇടയായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും വളരെ കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ ഭാരപ്പെടരുത്. കാരണം നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയുന്നതാണ് കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. കർത്താവിന് നന്നായി അറിയാം, കൈവിടാത്തവൻ, ഉപേക്ഷിക്കാത്തവൻ, നിരസിക്കാത്തവൻ, മറക്കാത്തവൻ, കരം പിടിച്ച് നടത്തുന്നവൻ നിന്നോട് കൂടെ ഇരുന്ന് നിങ്ങളെ നടത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇന്ന് ഈ സുദിനത്തിൽ ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പറയാം, ഹൂ ഷാൽ സെപ്പറേറ്റ് അസ് ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? ആർക്കും സാധ്യമല്ല. കർത്താവിൽ ആശ്രയിക്കാം, കർത്താവിൽ ശരണപ്പെടാം, ദൈവത്തിൽ വിശ്വസിക്കാം. ദൈവം